പറഞ്ഞെന്നുള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ അച്ചായി എബിയാണ്. എബിയുടെ ഡ്രീമായിരുന്നു സിനിമയിൽ എന്തെങ്കിലും ആവുക എന്നുള്ളത്. പക്ഷെ ഒന്നും ആകാതെ പോയി. അത് മമ്മൂട്ടിയുടെ ഒരു അനുകരണം അയാളിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് അബിക്ക് അങ്ങനെ എത്താൻ പറ്റാതായിപ്പോയത്. അവസരങ്ങൾ കുറഞ്ഞു പോയത്. പക്ഷേ ഷൈൻ നിഗം അങ്ങനെയല്ല. നല്ല എക്സലൻ്റ് ആക്ടറാണ്. ഒരാളെ ഒരു നടന്മാരെയും കോപ്പിറൈറ്റ് ചെയ്യാതെ സ്വതസിദ്ധമായ ശൈലിയിൽ സ്വന്തം ശൈലി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഷൈൻ നിഗം ഇന്ന് ഈ ലെവലിലോട്ട് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഇത്രയും നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അത് ഇതിൻ്റെ ഒപ്പം അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങളുടെ കുട്ടികളായാലും ആരായാലും അവരവർ എന്തൊക്കെ നമ്മൾ പഠിപ്പിച്ചാലും എന്തൊക്കെ സ്കില്ല് ഡെവലപ്പ് ചെയ്താലും അവരുടേതായ ഒരു ഐഡിയയിൽ കൂടെ അവർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഞാൻ ഒരു പഠിച്ചു വെച്ച കാര്യം അങ്ങനെ റൗണ്ട് ചെയ്യണതിന് പകരം അവരെ ഐഡിയയിലോട്ട് അത് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണ് പുതിയ ഒരു കാര്യത്തിലോട്ട് അവർക്ക് തിരിക്കാൻ പറ്റുക. ആ വ്യത്യസ്ത ഐഡിയ വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യണവർക്കും അവരവരുടേതായ ഒരു ക്രിയേറ്റിവിറ്റി ഉള്ളവർക്കാണ് എപ്പോഴും നിലനിൽപ്പുള്ളത്. ഞാൻ ഷൈൻ നിഗത്തിന്റെ കാര്യത്തിൽ പറഞ്ഞാണ്. കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ എബി മരിച്ചിട്ട് ഇപ്പോൾ ഒരു 10-12 വർഷം വരുമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് കിട്ടാത്ത പോയത് എങ്ങനെ മകൻ നേടി എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ശൈലിയിൽ സ്വന്തം ഐഡിയ ക്രിയേറ്റ് ചെയ്ത് സ്വന്തമായിട്ടുള്ള സ്കില്ല് അവൻ്റെതായ രീതിയിൽ അവൻ്റെതായ ചായ്വിലൂടെ അവൻ്റെതായ ശൈലിയിൽ പുറത്തു വന്നു. അങ്ങനെ വരുമ്പോഴാണ് കുട്ടികളൊക്കെ നല്ല സ്കില്ലഡ് ആവണം, നല്ല ഇത് വോളിയുള്ള ആൾക്കാരായി മാറണം. അല്ലെങ്കിൽ അതൊരു റൊട്ടേഷൻ സമ്പ്രദായം പോലെ പോയിക്കൊണ്ടിരിക്കും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ സിനിമ കണ്ടു. സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ ഞാൻ പറയാം, നല്ല പൊളപ്പം പടം. നല്ല പൊളപ്പം പടം എന്ന് പറഞ്ഞാൽ നല്ല പൊളപ്പം പടം. പക്ഷെ അത് റിലീസ് ചെയ്ത സമയം അല്പം ഒരു റോങ് ആയിപ്പോയി. ലോക സിനിമ കത്തി നിൽക്കുകയാണ്. ലോക സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ആ സിനിമയ്ക്ക് ഇന്നും കളക്ഷൻ ഭയങ്കരമാണ്. ആവറേജ് 1 കോടി രൂപ ഇപ്പോഴും തിയേറ്റർ കളക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ ആ സിനിമയുടെ ഒരു പീക്ക് പോയിന്റിൽ നിൽക്കുമ്പോൾ കൊണ്ടുവന്ന് ഈ പടം റിലീസ് ചെയ്തതിൻ്റെ ഒരു വിഷയം ഉണ്ട്. കാരണം അല്ല എങ്കിൽ ലോക എന്ന് പറഞ്ഞ സിനിമ ഒരു സൈഡിൽ ഇല്ലായിരുന്നെങ്കിൽ ആ 1 കോടി കളക്ഷൻ കൂടെ ഈ ബോൾട്ടി നേടിയേനെ. കാരണം അത്ര എക്സലൻ്റ് ആയിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്. ലോക ഒരു സൈഡിൽ ഉള്ളത് കൊണ്ട് ലോകയ്ക്ക് പ്രയോറിറ്റി ഫാമിലി കൊടുക്കുകയുള്ളൂ. ബാക്കി ഇത് യൂത്തൊക്കെയാണ് കൂടുതൽ കാണുകയുള്ളൂ. പിന്നെ അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പടം ഇപ്പോൾ ഒരു ആവറേജ് ഒരു 100 കോടി ക്ലബിലെത്താവുന്നുള്ള എല്ലാ രസകരമായ ചേരുവകളും ഉള്ള സിനിമയാണ്. ചേരുവകളെന്ന് പറഞ്ഞാൽ അത്ര നല്ല ഫിലിമാണ്. നല്ല മേക്കിംഗ്, നല്ല ഡയറക്ഷൻ, നല്ല സിനിമാറ്റോഗ്രാഫി, നല്ല രീതിയിൽ സിമ്പിൾ പാട്ടുകൾക്ക് സിമ്പിളായിട്ടുള്ള നല്ല നൈസ് കോറിയോഗ്രാഫി, ആക്ഷൻ്റെ